ദാവീദിനെ ദൈവം കണ്ട മനുഷ്യനാണ് അല്ലെ? ദൈവം കണ്ടിരുന്ന ആളല്ലേ ദാവീദ്? ദാവീദിനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ, ദൈവത്തിന് അഭിഷേകം ചെയ്യാൻ ദൈവം ഇടപെടുന്നത് സാമുവേലിനോടാണ്. സാമുവേൽ ഇശായിയുടെ ഭവനത്തിൽ വരുന്നു. ഇശായിയുടെ ഭവനത്തിൽ വന്ന് ഇശായോട് ചോദിക്കുന്നു. ഇശായി തന്റെ മക്കളുമാരെ 7 പേരെയും നിരത്തി നിർത്തുന്നു. ആ സമയത്ത് ദാവീദ് അവിടെയില്ല, ദാവീദ് കാട്ടിലാണ്. അപ്പോൾ സാമുവേൽ ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ വീട്ടിനകത്ത്? അപ്പോൾ ഇശായി പറയുന്നു, ഒരുത്തൻ ഉണ്ടവൻ വനത്തിലാണ്, കാട്ടിലാണ്, അവനെ വിളിപ്പി കോളിംഗ്. ദാവീദിനെ വിളിച്ചു. സാമുവേൽ ദാവീദിനെ തൈലക്കൊമ്പെടുത്ത് അഭിഷേകം ചെയ്തു. അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് അവന്റെ മേളിൽ വന്നു. നമ്മിലേക്ക് ദൈവം ഒരു അഭിഷേകത്തെ കൊണ്ടുവരുവാൻ, നമ്മിലേക്ക് ദൈവം ഒരു ഗിഫ്റ്റിനെ പകരാൻ നമുക്ക് മുൻപേ ഇത് മറ്റാരെയോ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ്. 1 ശമൂവേൽ 22:1-2 വാക്യങ്ങൾ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനും ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോട് കൂടെ ഏകദേശം 400 പേർ. അപ്പൊ ഈ ജോയിൻ ചെയ്ത 400 പേർക്ക് ഒരു കടമുള്ളവരായിരുന്നു, സന്തോഷമില്ലാത്തവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു. ദാവീദിന്റെ സഭയിൽ ചേർന്ന 400 പേർ. പക്ഷെ അവർ അസോസിയേറ്റ് ചെയ്തത് ഒരു അനോയിന്റഡ് സെർവന്റിന്റെ കൂടെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ, 2 years കഴിഞ്ഞപ്പോൾ വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 12:1-2 വാക്യങ്ങൾ. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവരാണിത്. വീരന്മാരുടെ കൂട്ടത്തിൽ ഈ 400 പേര്, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, ഈ 400 പേർ വീരന്മാരായി മാറി. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും കല്ലെടുത്ത് എറിയുന്നവരായിരുന്നു. ഗോലിയാത്തിനെ കല്ലെടുത്ത് എറിഞ്ഞ് വീഴ്ത്തിയതാരാ? ദാവീദിന്റെ കൂടെ കൂടിയവരെല്ലാം എറിയുന്നവന്മാരായി. അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുന്നവരായി. ദാവീദിന്റെ മേളിൽ എന്ത് ഗ്രേസ് ആണോ ദൈവം ഇട്ടിരുന്നത്, അതേ ഗ്രേസ് ഈ തകർന്ന് തരിപ്പണമായ ജീവിതത്തിന് ഒരു പ്രതീക്ഷയില്ലാത്ത ഈ വ്യക്തിത്വങ്ങളിൽ വ്യാപരിച്ചു. അവരെല്ലാം വീരപുരുഷന്മാരായി മാറി. നിങ്ങൾ ഒരു പക്ഷെ തകർന്ന വ്യക്തിയായിരിക്കും, നിങ്ങൾ ഒരു കഴിവില്ലാത്ത ആളായിരിക്കും, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആളായിരിക്കും, നിങ്ങളൊരു റിജക്റ്റഡ് പേഴ്സൺ ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു അനോയിന്റഡ് കവറിംഗിൽ കയറിയാൽ, നിങ്ങളൊരു അനോയിന്റഡ് കവറിംഗിൽ കയറിയാൽ, God will change it your lifestyle. God will change it your living style. God will change it your way of talking, way of behaving. വീരപുരുഷന്മാരാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും.